ഒരു വ്യക്തിയെ നാം അത്രമേൽ സ്നേഹിച്ചിട്ടും പെട്ടെന്നൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ വ്യക്തി നമ്മളെ എന്നേക്കുമായി ഒഴിവാക്കി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കരുതുന്ന പല ബന്ധങ്ങളും നല്ല രീതിയിൽ തന്നെയായിരിക്കും തുടങ്ങുന്നതെല്ലാം. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം വളരെ ദുഃഖകരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണമായെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂട്ടുകാരാണ്, അവരൊക്കെ വിവാഹം കഴിക്കാത്തവരാണ്, ഓരോ പ്രണയബന്ധങ്ങളിലൊക്കെ ഉള്ളവരാണ്. വ്യക്തിപരമായിട്ട് ഞാൻ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും എന്തുകൊണ്ടാണ് അവർക്ക് കൂടെ ബ്രേക്കപ്പ് ഉണ്ടാകുന്നു, കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അവരെന്നെ വന്ന് കാണുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ തേടിക്കൊണ്ട് പോവുകയും ചെയ്യാറുണ്ട്. ഇന്നേ ദിവസം ഞാൻ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരുപോലെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പറയണം. രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ എല്ലാ കേസിലും അല്ല, ചില കേസുകളിൽ മാത്രം അവർക്കൊരു ആകർഷണം തോന്നിയേക്കാം. അങ്ങനെ അവർ വീണ്ടും കാണാൻ ശ്രമിക്കുന്നു, വീണ്ടും കാണുന്നു, വീണ്ടും കാണുന്നു. അങ്ങനെ കണ്ട് ഒരിക്കലും അവർ സംസാരിക്കുന്നു. ഈ സംസാരിക്കുമ്പോൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആളുകളും അവരുടെ ഉള്ളിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഏതൊരു ബന്ധത്തിൻ്റെയും തുടക്കം മനോഹരമായ വാക്കുകളിലൂടെയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെയൊക്കെ തുടക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. പിന്നെ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരം കൂടുതലായിക്കൊണ്ടിരിക്കും, കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ റിലേഷനിലായിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവരൊരു മെസ്സേജിനോ അല്ലെങ്കിൽ ഒരു മിസ് കാളിനോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അപ്രകാരം ഒരുപാട് ഇവരെ ഭാവി കാര്യങ്ങൾ, ഭൂതകാലങ്ങൾ, വർത്തമാനം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പിന്നെന്താണുള്ളത്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നുള്ളത്. അത് കുറേശ്ശെ പുറത്തു ചാടാൻ തുടങ്ങും. അത് കുറേശ്ശെ പുറത്തു ചാടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം പ്രണയത്തിൻ്റെ കൂടെ ചില അതിർവരമ്പുകൾ നിശ്ചയിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഈ അതിർവരമ്പുകൾ? അങ്ങോട്ട് പോവല്ല്, ഇങ്ങോട്ട് പോവല്ല്, അവിടെ പോവല്ല്, ഇവിടെ പോവല്ല്, എന്നോട് ചോദിക്കാതെ ചെയ്യരുത് എന്നൊക്കെയുള്ള കുറേ അതിർവരമ്പുകൾ നമ്മൾ നിശ്ചയിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ അതിർവരമ്പുകളാണ് ഒരു ബന്ധത്തിൻ്റെ യഥാർത്ഥ തകർച്ചയ്ക്കുള്ള കാരണമായി മാറുന്നത്. യഥാർത്ഥ പ്രണയം എന്നത് സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും, സ്വാതന്ത്ര്യമോ? അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവരൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുമോ? അവർ ഏറ്റവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം തന്നെ അവർക്ക് വീണ്ടും നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടുകൂടി അവർ നിങ്ങളെ വിട്ടുപേക്ഷിച്ച് പോകുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നത് എങ്കിൽ, നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവർ നിങ്ങളെ വിട്ടുപേക്ഷിച്ച് പോവുകയില്ല. നാം മനോഹരമായ ഒരു പക്ഷിയെ കാണുന്നു. ആ പക്ഷിയോട് നമുക്ക് സ്നേഹം തോന്നുന്നു. നമ്മൾ ആ പക്ഷിയോടുള്ള സ്നേഹം കാരണം അതിനെ പിടിച്ച് കൂട്ടിലാക്കിയാൽ എന്തായിരിക്കും ആ പക്ഷിയുടെ അവസ്ഥ? അത് തിരിച്ച് നമ്മെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് വെറുത്തു തുടങ്ങുകയായിരിക്കും ചെയ്യുന്നത്. ഇത് തന്നെയാണ് സ്നേഹബന്ധങ്ങളിൽ സംഭവിക്കുന്നത്. യഥാർത്ഥമായി നാം ആ പക്ഷിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെ വിട്ടേക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്നേഹത്തെ അത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുകയും നമ്മുടെ അടുത്ത് വരികയും ചെയ്യും. നമുക്കതിന് ചെറിയ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ നമുക്കതിനെ നമ്മളുടെ പക്ഷത്താക്കി മാറ്റാനും സാധിക്കും. സ്നേഹം കൊണ്ട് നമ്മുടെ പക്ഷത്താക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. തന്ത്രം കൊണ്ട് നമ്മുടെ പക്ഷത്താക്കുന്നതൊന്നും നമുക്ക് നിലനിൽക്കത്തുമില്ല. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയാറുള്ളൊരു കാര്യമാണ്, ഒരുത്തൻ എത്ര നന്നാവാൻ ശ്രമിച്ചാലും അവൻ്റെ ഉള്ളിലുള്ള ഫ്രോഡുകൾ ചില സമയത്ത് വെളിയിൽ ഇറങ്ങി വരുമെന്ന്. പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുമായിരുന്നു. അപ്പോൾ ഈ മണ്ണെണ്ണ കുറവുള്ള സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ അടിയിൽ പച്ചവെള്ളം ഒഴിക്കും. വെള്ളം ഒരിക്കലും മണ്ണെണ്ണയായിട്ട് കൂടിക്കലരത്തില്ല. അതിൻ്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് അന്നൊക്കെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലെ യഥാർത്ഥ ഇന്ധനമായിട്ടുള്ള മണ്ണെണ്ണ തീർന്ന പക്ഷം ഈ വിളക്ക് അണഞ്ഞു പോകും. പിന്നെ വരാനുള്ളത് കത്താൻ സഹായിക്കാത്ത പച്ചവെള്ളമാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലെ നന്മ അവസാനിക്കുമ്പോൾ പ്രണയവും അവസാനിക്കും. പച്ചവെള്ളത്തിൽ ഒരിക്കലും തീ കത്തത്തില്ല. എന്നാൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ മനസ്സിലാക്കിയിട്ട് ഒരാൾ നമ്മോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ ബന്ധം തുടർന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാളടുത്ത് നാം എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രണയത്തിലേക്ക് വഴിമാറി പോയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും,
എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തിയത് എന്ന് പറയും. ഈ ഒരു വാക്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നത് ഇപ്രകാരമായിരിക്കും: എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കാൻ ഒരാളെ കണ്ടെത്തിയെന്ന്. എന്നെ സ്നേഹിക്കുക എന്നതാണ് അപ്പോൾ അവിടുത്തെ ആവശ്യമെന്നത് നമുക്ക് മനസ്സിലാക്കാം. തന്നെ ഒരാൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മറ്റൊരാളെ സമീപിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്രകാരം ഒരു യുവാവ് ഒരു യുവതിയെ കണ്ടുമുട്ടി. അവർ പരസ്പരം ഇതേ പരാതിയുള്ളവരായിരുന്നു. അവരെ ആരും സ്നേഹിക്കുന്നില്ലെന്ന്. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ജീവിതം തുടങ്ങി കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ തീരെ കഴിയാതെയായി. ഈ യുവാവ് ചിന്തിച്ചത് തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ യുവതിയും ചിന്തിച്ചത്. അവളെയും ആരും സ്നേഹിക്കുന്നില്ല എന്ന്. അതായത് ഇരുവരും ആഗ്രഹിച്ചത് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. ഒരിക്കൽ പോലും സ്നേഹം കൊടുക്കാൻ ഇവരിട്ട് തയ്യാറായതുമില്ല. രണ്ട് യാചകർ തമ്മിൽ ഒരുമിച്ച് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? തെണ്ടി കുത്തുവാള എടുത്തുപോലെ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവർ രണ്ടുപേരും യാചകരായിരുന്നു, സ്നേഹത്തെ യാചിക്കുന്നവരായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും സ്നേഹത്തെ കൊടുക്കാൻ തയ്യാറാവാത്ത രണ്ടുപേർ ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്നേഹമില്ലാതായി പോകും. ആകയാൽ നാം എന്താണോ മറ്റൊരാളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നാം ആദ്യം അവർക്ക് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോംവഴി. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം നല്ല രീതിക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമപുസ്തകവും വിധിവിലക്കുകളും എല്ലാം വലിച്ചേറി കളഞ്ഞിട്ട് പരസ്പരം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പരസ്പരം അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ആ ബന്ധം നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമായിരിക്കും. സ്വയം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളിൽ ഒരിക്കലും മൂന്നാമതൊരാൾ ഇടപെടേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. പരമാവധി പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് തന്നെ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു സുഹൃത്തിനെ ഒത്തുതീർപ്പിനായിട്ട് വിളിച്ച് കയറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കൊണ്ടും നിങ്ങൾക്ക് അവരെ കൊണ്ടും വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. എന്തായാലും നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങളൊക്കെ ചോദിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ എല്ലാ വീഡിയോ ഒന്നും എന്നെ നേരിട്ടറിയുന്ന സുഹൃത്തുക്കളൊന്നും കാണാറില്ല. കാരണം എന്തെന്നാൽ ആത്മീയ രീതിയിലേക്ക് പോകുന്ന ഒരു ചാനലാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും അത് കാണാറില്ല. കാരണം അവരെല്ലാം ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അവർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അവരൊരു പക്ഷേ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാം ആരെങ്കിലും ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാമും വേദനിക്കേണ്ടതാണ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. സത്യത്തിൽ ഈ കാലത്തിനൊരു തുടക്കവുമില്ല, ഒരു ഒടുക്കവും ഉണ്ടാകത്തില്ല. കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കാലം എവിടെയാണ് തുടങ്ങിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. കാലത്തിനും ഒരിക്കലും തുടക്കവുമില്ല, ഒടുക്കവുമില്ല. പക്ഷെ കാലത്തിനറിയാം ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച ഓരോരുത്തരുടെയും മുഖങ്ങൾ. അതുകൊണ്ട് കാലം എല്ലാവരെയും ഓർത്തു വെച്ചിരിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായിട്ടും വരും. കാലം എത്ര മുന്നോട്ട് കടന്നു പോയാലും അത് ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. നാം ഒരു വ്യക്തിയെ ഒരു വേദിയിൽ കളിയാക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അന്നേ ദിവസം ഏറ്റവും വലിയൊരു വേദി തയ്യാറായി കഴിഞ്ഞു എന്നുള്ള സത്യത്തെ നാം എന്നാണോ മനസ്സിലാക്കുന്നത് അന്നായിരിക്കും നാം യഥാർത്ഥത്തെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുന്നത്. അന്ന് മുതൽ നാം മൗനം പാലിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ഒരു തേപ്പൊക്കെ കിട്ടുന്നത് ആത്മീയമായിട്ട് ചിന്തിക്കാൻ ഒരു കാരണമാവാറുമുണ്ട് പലപ്പോഴും പലരുടെ ജീവിതത്തിലും. ഇത് ആരെങ്കിലും ഊന്നിപ്പറഞ്ഞതാണോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ കഥ തന്നെയാണ് പറഞ്ഞത്. മറ്റാരും തപ്പി പോകേണ്ട ആവശ്യമില്ല. നാം എന്താണെന്ന് നാം അറിഞ്ഞു തുടങ്ങുന്ന എപ്പോഴാണ്, നാം എന്താണെന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്ന എപ്പോഴാണ്, നാം ഒന്നുമല്ല എന്നറിഞ്ഞു തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഒന്നുമല്ലാത്ത നാം പിന്നെ ആരാണ് എന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. ആ ചോദ്യമാണ് സർവ്വ ആത്മീയതയുടെയും തുടക്കം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തേപ്പൊക്കെ കിട്ടിയിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലും കാണും, നമ്മുടെ വീഡിയോ കാണുന്നവരിലും കാണും. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ വഴി പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.